എടാ മുത്തേ, നമുക്ക് എല്ലാവർക്കും ബസ്സിൽ അങ്ങ് പോയാലാ? എല്ലാവരും ബസ്സിൽ കയറിക്കോ. ബസ്സിൽ ആരെങ്കിലും കയറിയാന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. എല്ലാവരും കയറിയോ? എല്ലാവരും കയറിയാന്ന് വെച്ചാൽ എനിക്ക് സംശയമാണ് കേട്ടോ, കാര്യം പറയാൻ. ശ്വാസവയറ്റിയാണ് വണ്ടി കൊണ്ടുവന്നത്. നമുക്ക് നോക്കാം. കഞ്ചിറക്കൊള്ളി ഡാമിലേക്ക്. എന്തായിരുന്നു കഞ്ചിറക്കൊള്ളി ഡാം? എന്താ എങ്ങോട്ട് വെച്ച് പിടിക്കണം മുത്തേ? ഒരു ഐഡിയ ഇല്ല, എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കും. നോക്കാം. TMZ സകൽ NG ആക്സിഡൻറ്റ്. ബ്ലൂടൂത്ത് കണക്റ്റ് ആക്ക് എന്നിട്ട് പാട്ടിട്. ബ്ലൂടൂത്ത് കണക്റ്റ് ആക്കി പാട്ടിടാനാ? എടാ എനിക്ക് പാട്ടെടുത്തില്ല കേട്ടാ. ഞാൻ പാടിട്ടാൽ മൊത്തത്തിൽ ഒട്ടയാവും. ഞാൻ പാടിട്ടാൽ മൊത്തം ലൈവിൽ സൗണ്ടും കടിച്ചു. അത് സീനാവും. പിന്നെ ഉള്ള കാര്യം പറയല്ലോ മുത്തേ, പിന്നെ ഫുള്ള് സീനാവും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല മുത്തേ. ഇത് അവൻ എന്തായാലും ഓടിക്കാൻ കൊടുത്ത് ഞാൻ സത്യം പറഞ്ഞാൽ സന്തോഷിക്കണം. കാരണം വെച്ചാൽ ഇതുവരെ ഈ സ്ഥലത്ത് ഞാൻ വന്നിട്ടില്ല. ഇത് ഏതിടമാണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടെ. എല്ലാവരും വന്ന നന്നായി മുത്തേ, ഉള്ള കാര്യം പറയാല്ലേ. ഈ ഡാമൊക്കെ ഞാൻ ഇത്രയും നാൾ മിസ് ചെയ്യുന്ന വെച്ചാൽ എന്ത് പറയട്ടെ മുത്തേ. ഇവിടെ നമുക്ക് ഗ്യാങ് ആയിട്ട് നാളെ വരാം കേട്ടോ, ഉള്ള കാര്യം പറയാലോ മുത്തേ. നാളത്തെ ലൈവ് നോക്കി ഗ്യാങ് ആയിട്ട് ഇവിടെ വരുന്ന പരിപാടി എന്തായാലും ഉണ്ടായിരിക്കും. എന്തായാലും നോക്കാം. ഗ്യാങ് ആയിട്ട് ഇവിടെ പറഞ്ഞ ആലോചിക്കാണ്ടാ ഡബ്ല്യൂ ആയിരിക്കും അല്ലേ. ഗ്യാങ് എല്ലാവരും വണ്ടി എടുത്തുകൊണ്ട് വരണം. ആ സീനായിരിക്കും. ഏതാ ഛർദ്ദിച്ചൊക്കെ ഉണ്ട്, എന്തെങ്കിലും ഒട്ടത്തരം കാണിക്കാനായിട്ട്. ഞാൻ വേക്കല്ലേ ഇരിക്കണം, അതുകൊണ്ട് സീനില്ലേ. ഇറങ്ങാം. ഞാനെത്തി. ഡാം എത്തി. ഫോട്ടോ എടുക്കാം. ഇതാര വണ്ടി? റെഡ് ബോക്സ്. ഇതാരാണ് അവച്ചാനെ? എൻ്റെ പേരെടുത്തോണ്ട് കണ്ട കൊള്ളാമല്ലേ. നമ്പർ പ്ലേറ്റ് നോക്കാം. റെഡ് ഫോക്സ് മുത്തേ, കൊള്ളാം. കൊള്ളാല്ലേ അത് റെഡ്. അപ്പം എൻ്റെ പേരടിച്ചോടാ. ഡാം നോക്കാം തന്നെ. ഇത് പറ. ഓക്കെ നൈഫോടാ. കാർ പാർക്കിംഗ് ആണ് ഓടാ. ഓക്കെ മുഹമ്മദ് അപ്പു, കാർ പാർക്കിംഗ് ആടാ. കാർ പാർക്കിംഗ്. താങ്ക്സ്. ഐ ആം ട്രാപ്ഡാ. സകലം തെറ്റി. സ്കൂൾ ട്രിപ്പ് സത്യം. എടാ എല്ലാവരും ഇങ്ങോട്ടോ നിൽക്കി. ലൈനായി നിൽക്കും. ഞാൻ കൊള്ളാമോ? ഡബ്ല്യു സ്പോർട്സ് സ്ഥലം. വേണ്ട, ഇതിൻ്റെ അകത്ത് ഒരുപാട് സ്ഥലം നമ്മൾ മിസ് ചെയ്ത് പോയത് അത്രയും നാൾ. കാര്യം പറയല്ലേ മുത്തേ. കൊള്ളാം കേട്ടോ, ഉള്ള പറയല്ലേ മുത്തേ. ഇതൊന്നും നമ്മളങ്ങനെ മിസ്സാക്കാൻ പാടുള്ള സ്ഥലമല്ല. വൈബ് സാധനം തന്നെ മുത്തേ, ഉള്ള കാര്യം പറയല്ലേ. വൈബ് ആയിട്ടുണ്ടേ. ഞാനും വരാൻ പറ്റുമോ? വച്ചാനെ വന്നു. അതിനെന്ത് വച്ചാൻ വന്ന എന്ത്? മച്ചാൻ വാ, കയറി വാ. മുഹമ്മദ് മച്ചാനെ കയറി വാടാ. മുഹമ്മദ് അപ്പു കയറി വാ. മുഹമ്മദ് അപ്പുവാ? ഓക്കെ, മുഹമ്മദ് അപ്പു വാ. വെൽക്കം. നമുക്ക് സിഡാനെ. എനിക്ക് ആരൊക്കെ എന്തൊക്കെ പേഴ്സണൽ മെസ്സേജ് ആണ്. വെൽക്കം. നമുക്ക് ബഡീസ് അല്ലേ. അതൊക്കെ അത്രേ ഉള്ളൂ. അർജുൻ, സിഡാനെ, നൈഫ്. ഓക്കെ, അങ്ങോട്ട് കയറാൻ പറ്റുമോടാ? അങ്ങോട്ട് കയറാൻ പറ്റുമെങ്കിൽ എനിക്കൊരു ഫോട്ടോ എടുക്കണം. സ്കോളോ ഫോട്ടോ എടുക്കണം. ഡാം കാണാൻ പോയിട്ടുണ്ട്. ഈ സ്ഥലം വരാൻ പറ്റിയതിൽ സന്തോഷം മുത്തേ, അത്രയും പറഞ്ഞോളൂ. ഇതിന് എടാ ശാസ്ത്രം നിനക്ക് നന്ദിയടാ. ഞാൻ ഈ സ്ഥലം ഇതുവരെ ഞാൻ കണ്ടുപിടിച്ചില്ലായിരുന്നു. നന്നായി, എന്തായാലും നന്നായി. അല്ലെ റൂമിൽ എത്ര പേരുണ്ട്? റൂമിൽ 9 പേരുണ്ട്. അർജുനൊക്കെ എവിടെ എന്തോടാ? എല്ലാവരും പല സ്പോട്ടിലായിട്ട് ബസ്സിൽ വന്നിട്ടും പലരും ഇപ്പോൾ പല ഇടത്തൊക്കെയാണ്. കാര്യം പറയല്ല മുത്തേ. ബസ്സിൽ വന്നെങ്കിലേ ഒക്കെ നൈഫ് താങ്ക്സ് നൈഫ്.
ഇതാ ലിമിറ്റ് കഴിഞ്ഞു. മതി 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 മതിയടാ, ലിമിറ്റ് കഴിഞ്ഞു. ആര് കുളത്തി ചാടിയത്? അതിനിടെ അതൊക്കെ ആറാം മുത്തേ. ഇവിടെ 6 പേര് ലൈവ് ആണുണ്ട് മുത്തേ, ഉള്ള കാര്യം പറയല്ലേ. എടാ സീനാവ് വെള്ളത്തിൽ ഇറങ്ങിയ അവസരം സീനാവ് കേട്ടാ. എടാ മതി 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 വച്ചാനെ, മതി 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 മുത്തേ. എല്ലാവരും വെള്ളത്തിൽ ചാടിയ വേൾഡ് എൻഡ് ഇയർ എന്ന് പറഞ്ഞാൽ ലൊട്ട നടക്കൂലേ മുത്തേ. എടാ ഞാനും ചാടാൻ മുത്തേ, എന്തെങ്കിലും നടക്കട്ടെ മുത്തേ. സീനാവും എന്തോ. അയ്യോ എടാ മുത്തേ, ഞാൻ സീനായി. ഈടാ കഴപ്പ് മുത്തേ, കഴപ്പ് മുത്തേ, കഴപ്പട. യവന്മാരെ കണ്ടാണ്ട്രാ സീനാക്കിയത്. ചുമ്മാ അല്ല എല്ലാവരും എവിടെ പോയെന്ന്. മുത്തേ ഞാൻ ഇങ്ങി വന്ന് സീനാടാ മുത്തേ. ഉള്ള പറയാൻ ഇത് ലൊട്ടത്തരം നടന്നടാ. താഴേണ്ടാവും 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 താഴേണ്ടാവും. ഇതാര് ഇതൊക്കെ ആരും അവിടെ അതിനിടയിൽ നിൽക്കണ? ആരൊക്കെ കണക്റ്റ് ആയേട്ടാ? ഓക്കെ എത്തിയിട്ടുണ്ട്. ഇവിടെ അങ്ങ് ചാടിയാൽ മതിയായിരുന്നു ആദ്യം. എടാ കണ്ടെയ്നർ നിൽക്കണം, അതിൽ കയറാൻ പറ്റുമോ മുത്തേ? കയറാൻ പറ്റിയിരുന്ന ഡബിൾ ആയിരുന്നു, ഉള്ള കാര്യം പറയാല്ലേ. ഓ വണ്ടിയൊക്കെ ഇടിച്ച് തൊലഞ്ഞു മുത്തേ. കഴപ്പ് കാണിച്ചിട്ടാണ്. അറിവില്ലാത്ത അവനും വീണു. എല്ലാവരും ഇപ്പോൾ പറ വന്ന് വീഴും. ഇനി ഒരുത്തന്നെ വെള്ളത്തിൽ ചാടുള്ളൂ. ഉറപ്പാണ് മുത്തേ, 100% നോക്കിയോ. ഇനി വെള്ളത്തിൽ ചാടണവന് അത്രയ്ക്ക് ബുദ്ധി കൂടുതലായിരിക്കും. എടാ അതാരാ പോണ? ഇവൻ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി ഇവൻ പോണ. അങ്ങോട്ട് കയറട്ടെ, അങ്ങോട്ട് കയറട്ടെ. എടാ ശിവ ബസ് ഞാൻ ചാടിയും കയറാൻ പോണ മുത്തേ. ഇനി ഒന്നും നോക്കണ്ട. പറഞ്ഞോ. എടാ ഇതിൻ്റെ അകത്ത് ആരും ഇല്ലേ? എടാ ഇതൊക്കെ ആര്? ഇതെന്തോ എന്നെ പറ്റിയ? ഓ എന്തോന്ന് താങ്ക്സ് ബ്രദർ. ഞാൻ ഇവിടെ നിൽക്കണം, അവ ഇവിടെ നിൽക്കണം. ഞാൻ പെട്ടെന്ന് റോഡിൽ പിടിച്ച് സീനായി. ഇവൻ എടാ ലോക്കടാ, ലോക്ക് അടിച്ചു വെച്ചിട്ട് എൻ്റെ അടുത്ത് കയറാൻ പറഞ്ഞ ഞാൻ എന്ത് ചെയ്യാൻ മുത്തേ? അത് അന്യായമല്ലേ മുത്തേ? ഇപ്പം കയറി. ഞാൻ റിച്ച് മാൻ CPM ബ്രദർ. യോ ബ്രദർ നൈസ് ലൈവ് സ്ട്രീം. താങ്ക് യു ബ്രദർ. താങ്ക് യു റിച്ച് മാനെ. താങ്ക് യു. അപ്പം എല്ലാവരും എവിടെ പോയാൽ മുത്തേ? ഉള്ള കാര്യം പറയാല്ലേ. റിച്ച് മാൻ വന്നടാ. റിച്ച് മാൻ നമ്മളെ സ്ട്രീം ചെയ്യാം വീണ്ടും. രണ്ടാമത്തെ തവണയിൽ പറഞ്ഞ രണ്ടാമത്തെ തവണയാണ് പറഞ്ഞത്. അന്ന് വേണം വന്നിട്ട് പിന്നെ ഇപ്പം രണ്ടാമത്തെ തവണയാണ് പറഞ്ഞത്. യോ റിച്ച് മാനൊക്കെ എൻ്റെ സ്ട്രീം കാണുന്നു മുത്തേ. അതൊക്കെ സന്തോഷം മുത്തേ, സന്തോഷം. താങ്ക് യു ബ്രദർ. എല്ലാവരും എടാ ഇതാണ്ടാ മുത്തേ. ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോകും. ഇനി മുന്നിൽ നമ്മൾ വണ്ടി എടുത്ത് ഡ്രൈവ് ചെയ്യുമ്പം ഒരു സ്പോട്ട് നമ്മൾ മുന്നേ മനസ്സ് വിചാരിക്കും. എനിക്ക് അത് നടക്കില്ല. ഇത് പല വഴിക്ക് പോയിക്കൊണ്ടിരിക്കണം. ശരിയാവില്ല മുത്തേ, കാര്യം പറയാല്. എന്തായാലും നോക്കാം. എവിടെ ആൾക്കാർ ഇത് ഉമ്മാരെ കണ്ട? ഇതൊക്കെ പല വഴിക്ക് കിടക്കണമെല്ലാം. എനിക്ക് തോന്നുന്നു സിറ്റിയിലൊക്കെ തന്നെ ആരൊക്കെ കിടപ്പുണ്ട് കണ്ട. സിറ്റി തണ്ട ഇത് അല്ലതാ പൈസ. ഈ ആൾക്കാർ ഇത്ര പേര് റൂമിയുണ്ട്? 7 പേര് റൂമിയുണ്ട്. ബസ്സിൽ ആരൊക്കെ ഉണ്ടെന്തോ. ഇതാര് കണ്ട? ആരൊക്കെ ഓടിക്കൊണ്ടൊക്കെ പറഞ്ഞു. എവിടെയൊക്കെ എന്ത് പോണത്? ഹായ് റിച്ച് മാൻ. ഓക്കെ ബ്രദർ.
എൻ്റെ കാറൊക്കെ ഇനി കഴുകി എടുക്കണം, മൊത്തത്തിൽ സീനാകും മൊത്തം ഉള്ള പറയാല്ലേ. ഡാം കാണാൻ പോവുകയാണ്, അവസാനം പറയണില്ല ലൊട്ട. കുഴപ്പമില്ല, ഡബിളി ആയിരുന്നു കൊള്ളായിരുന്നു. എല്ലെന്നോ അല്ല, ഡബിളി ആയിരുന്നു. ബസ്സിൻ്റെ അത് നോക്കട്ട്, ബസ് ഇങ്ങനെയായിരുന്നു എൻ്റെ ബസ് എടുത്തോണ്ട് വരായിരുന്നു. കാര്യം പറയാല്ലേ, ട്രിപ്പ് പോകാമെന്ന് ഒരു വിചാരിച്ച പോലും അല്ലേ, ഇല്ലെങ്കിൽ എൻ്റെ ബസ് എടുത്തോണ്ട് വന്നേനെ. അവിടെ പോയിട്ട് നമുക്ക് സംസാരിക്കാം അല്ല, കാറ് കാശ് ഇതെടുക്കുക, അത് തന്നെ. ഓ ഇല്ല, റോഡിൽ അറിയാൻ ഞെക്കുക, ആ ലൊട്ടെ ഞെക്കിയാൽ പിന്നെ പറയണ്ട മുത്തേ. ആദ്യം ഞെക്കി കൊടുത്താൽ പറയണോ പിന്നെ വീണ്ടും വേറെ ഏതെങ്കിലും ലൊട്ടയിൽ പോകും. മുത്തേ ഉള്ള പറയാൽ ഈ ലൈവ് അത്യാവശ്യം കൊള്ളായിരുന്നു, അത്ര എല്ലൊന്നും അല്ലായിരുന്നു. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തല്ലേ ഇറങ്ങിയത്, അതാണ് കുറച്ച് മൊണ്ടി അടിച്ചത് കുറേ സ്ഥലങ്ങൾ. അതായത് നമ്മൾ പ്ലാൻ ചെയ്തല്ല ഈ ഡാം ട്രിപ്പ് പോകാമെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്തല്ല. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ബസ് എടുത്തുകൊണ്ട് വന്ന് എല്ലാവരും ബസ് എടുത്തുകൊണ്ട് വരാൻ ഞാൻ പറഞ്ഞേനെ. ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇവൻ ബസ് കൊണ്ടുവന്നപ്പോൾ അതിൽ കയറി പിന്നെ നമ്മളങ്ങ് പോയേന്ന്. നമ്മളൊരു തീരുമാനം ചെയ്തതല്ല, അതുകൊണ്ട് ചില ഇടങ്ങളെ മൊണ്ടി അടിച്ചെങ്കിൽ സോറി ഗൈസ്. അപ്പോൾ എന്തായാലും അത്യാവശ്യം ഒരു നല്ല സ്ട്രീമാണ് ചെയ്തതെന്നാണ് വിശ്വസിക്കുന്നത്. ഇതുവരെ ലൈവ് വന്ന എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാൻ എല്ലാവർക്കും എവരി വൺ താങ്ക് യു.